ഭൈരവ മീഡിയാസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മീനം രാശിക്കാരെ കുറിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നാണോ നിങ്ങളുടേതായ ഒരു ഭാവം അല്ലെങ്കിൽ നിങ്ങളുടേതായ മനസ്സ്? നിങ്ങൾക്ക് ഒരുപാട് ദുഃഖങ്ങളും കഷ്ടതകളുമൊക്കെ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് എൻ്റേതായ ഒരു ചോദ്യം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ പരിപൂർണമായിട്ടും ആരും മനസ്സിലാക്കണ്ട. ഒരല്പമെങ്കിലും മനസ്സിലാക്കിയാൽ മതി എന്ന ഒരു ചിന്തയാണ് എപ്പോഴും നിങ്ങൾക്കുള്ളിലേക്ക് ഉള്ളത്. എന്നാൽ അതുപോലും ആരും മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവത്തിലുള്ള കാര്യം. നമുക്ക് ഈ വീഡിയോ പരിപൂർണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും പൂർണ്ണമായി കാണുന്ന വേളയിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. മീനം രാശി തന്നെ വ്യാഴത്തിൻ്റെതായ ആധിപത്യം കൊണ്ട രാശിയാണ്. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയമായ മനോഭാവം ഒക്കെ നിങ്ങൾക്കുണ്ടായിരിക്കും. അതുപോലെ ദൈവികമായ ഒരു ഭക്തിയും വിശ്വാസവും ഒക്കെ നിങ്ങളിലേക്ക് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വ്യാഴം എപ്പോഴും അങ്ങനെയാണ്. ആത്മീയമായ ചിന്താഗതികളും ആത്മീയമായ കാര്യങ്ങളിലേക്ക് ഇടപെടാനുള്ള മനസ്സും അതുപോലെ തന്നെ ചില മന്ത്രങ്ങളൊക്കെ പഠിച്ചു വെച്ച് അത് പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവൊക്കെ നിങ്ങൾക്ക് എപ്പോഴും പ്രദാനം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അത് അത്തരത്തിൽ ഇടപെടുന്ന വേളയിൽ പോലും നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പൊടുന്നനെ തന്നെ ഇവർ ആർക്കൊപ്പവും ഇണങ്ങിപ്പോകുന്ന വ്യക്തികളല്ല, അല്ലെങ്കിൽ അടുക്കാനായിട്ട് ശ്രമിക്കുന്നവരല്ല. പക്ഷേ ഇവരോട് അടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ബോധ്യമാവും ഇത്രയ്ക്കും നല്ല വ്യക്തിത്വത്തിൻ്റെതായ ഉടമകളായിരുന്നു ഇവരെന്നൊക്കെ അവർക്ക് തോന്നുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെയാണ്. മറ്റുള്ളവരോട് ഇടപഴകുമ്പോഴൊക്കെ അവർ തന്നിൽ ഒരു കുറ്റവും മറ്റുള്ളവർ കാണരുത് എന്നൊരു ചിന്താഗതി ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. പലരും പറഞ്ഞ് കേൾക്കാറുണ്ട്, ഈ മീനം രാശിക്കാരോട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പൊടുന്നനെ നമുക്കൊരു മറുപടി ലഭിക്കാത്ത സാഹചര്യമുണ്ട്. കാരണം ഇവർ ഒരുപാട് രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഒരു തീരുമാനമെടുക്കാൻ ഒരല്പം വൈകുന്ന സാഹചര്യങ്ങളുണ്ടായിരിക്കും. ഈ ഒരു കാര്യം കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി, സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും, തൊഴിലിടങ്ങളിലാണെങ്കിലും എല്ലായിടങ്ങളിലും ഇവർക്ക് പൊടുന്നനെ ഒരു മറുപടി ഉണ്ടായിരിക്കില്ല. അതായത് 10 പേർ നിൽക്കുന്നിടത്ത് 10ാമനായിട്ടായിരിക്കും ഇവർ മറുപടി പറയാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ആ ഉത്തരത്തിൽ എല്ലാം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വാസ്തവം. വ്യാഴം ആധിപത്യം കൊണ്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും മനസ്സ് വളരെയധികം ലോലമായ മനസ്സാണ്. അതായത് മറ്റുള്ളവരെയൊക്കെ സഹായിക്കണം. മറ്റുള്ളവരുടെ കണ്ണീര്, ദുഃഖം ഒക്കെ ഇവർക്ക് നല്ല രീതിയിലുള്ള വേദനകളൊക്കെ നൽകും. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് അനുയോജ്യമല്ല എങ്കിൽ പോലും ഇവർ വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം. അതായത് അത് ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഒഴിഞ്ഞു മാറുക എന്ന് വെച്ചാൽ തന്നെ കാരണം അവിടെ ഒരു വിഷയം ഉണ്ടാവരുത്, കാര്യം നടക്കട്ടെ എന്നൊരു സാഹചര്യത്തിലേക്ക് ഇവർ മാറുന്ന സാഹചര്യങ്ങളുണ്ട്. ഇവർക്ക് ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ പുറത്ത് പറയില്ല. പൊടുന്നനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വന്നാൽ അതിൽ ആക്രോശം കാണിക്കുന്ന സ്വഭാവമൊന്നുമില്ല. പക്ഷേ അതിനെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ഇവരെയൊക്കെ ഏതൊരു നിമിഷത്തിൽ കണ്ടാലും ഒരു സെന്റിമെന്റായ ഒരു മുഖഭാവം ഇവർക്ക് ഉണ്ടായിരിക്കും. അതായത് ഒരു ദുഃഖം നിഴലിക്കുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു രീതിയൊക്കെ മറ്റുള്ളവർക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സെന്റിമെന്റലായിട്ടൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ നേടാമെന്ന് വെച്ചാൽ അത് വ്യർത്ഥമായ ഒരു തീരുമാനമായിരിക്കും. അത് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഇവർ ഇടം കൊടുക്കില്ല എന്നുള്ളതാണ് വാസ്തവം. സെന്റിമെന്റ് അവരുടെ ഉള്ളിലാണ്. പക്ഷേ മറ്റുള്ളവർ അത് മുതലാക്കാനായിട്ട് ശ്രമിച്ചാൽ അവരുടേതായ സ്വാഭാവികമായ രീതി എന്ന് പറയുമ്പോൾ തന്നെ എന്തിനും ഒരല്പം കാലതാമസം എടുത്ത് മറുപടി പറയുന്ന വ്യക്തികളാണ്. നല്ല രീതിക്ക് ആലോചിക്കും. ഇയാൾ എന്തിനു വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് നല്ല രീതിക്ക് തന്നെ ആലോചിക്കുന്ന സ്വഭാവക്കാരാണ്. അതുകൊണ്ട് അത്തരം സെന്റിമെന്റൽ ഇടപെടലുകളൊന്നും തന്നെ ഇവരോട് വേണ്ട. ഇതിനുള്ള കാരണമെന്ന് വെച്ചാൽ ഈ രാശിയിൽ പിറന്നവരൊക്കെ മറ്റുള്ളവരെ ഉപദേശിക്കുന്നുണ്ട്. അതായത് വ്യാഴം ആധിപത്യം കൊണ്ടുള്ള ഒരു രാശി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാനൊക്കെ ഇവർ വളരെയധികം മിടുക്കരാണ്. അതുകൊണ്ട് തന്നെ സ്വയം സ്വന്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയങ്ങൾ വരുമെന്ന് അറിയാത്ത വ്യക്തികളായിരിക്കും അവർ. അല്ല, സ്വയം അറിയാം ഇവർക്ക് എന്തെങ്കിലുമൊക്കെ രീതിയിൽ പ്രശ്നങ്ങൾ വരുമെന്ന്. അതുകൊണ്ട് തന്നെ ജാഗ്രതാപൂർവമായിരിക്കും പല ഇടങ്ങളിലും കൈകാര്യം ചെയ്തു പോകുന്നത്. പക്ഷേ കുടുംബത്തിനുള്ളിൽ മാത്രമായിരിക്കും ചില തോൽവികളൊക്കെയും പറ്റിപ്പോകുന്നത്. ഇവർക്ക് നല്ല പഠിപ്പും അറിവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇവർ പൊതു ഇടങ്ങളിലോ മറ്റുള്ളവരോട് പോയി പറയാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതാണ്, അല്ലെങ്കിൽ എനിക്ക് അറിവുണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാം എന്നൊന്നും ഇവർ ആരോടും പോയി പറയാറില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടേതായ ബുദ്ധിയെ ശരിയായ രീതിയിൽ പ്രയോഗിച്ച് അവർ വിജയത്തിലേക്ക് എത്താനാണ് പരിശ്രമിക്കുക എപ്പോഴും. ഇങ്ങനെയൊക്കെ നല്ല മനസ്സിൻ്റെ ഉടമകളൊക്കെ ആണെങ്കിൽ തന്നെയും അതെ, അതായത് ഒരു പകുതി നല്ല
ന്യായമായ ന്യായധർമ്മത്തിൻ്റെതായ ഗുണമാണെങ്കിൽ മറുപകുതി വാശിയുടെയും വൈരാഗ്യത്തിൻ്റെതും കൂടി ആണെന്നും കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും നേടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ മറുപകുതി വൈരാഗ്യത്തിലേക്ക് കൺവേർട്ട് ചെയ്യാതിരിക്കാനും കൂടി ശ്രമിക്കണം. കാരണം അനുകൂലമായി നിൽക്കുന്നിടത്തോളം കാലം അവർ നല്ല രീതിക്ക് തന്നെ സപ്പോർട്ടീവായി നിൽക്കും. പക്ഷേ ശത്രുസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അതിൻ്റേതായ ഭീകരമായ രീതിയിലായിരിക്കും അവരുടെ ചിന്തകളും പ്രവൃത്തികളും. ഇവിടെ സ്വന്തം ബന്ധങ്ങൾക്കൊന്നും യാതൊരുവിധ വിലയും ഇവർ കൽപ്പിക്കില്ല. സാഹചര്യങ്ങൾക്കനുസൃതമായിട്ട് തന്നെ ഇവർ ജീവിക്കാൻ മനസ്സുകൊണ്ട് അർപ്പണം കൊടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് തന്നെ ദുഃഖാവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇവർക്ക് ദുഃഖം വരുന്നു, സങ്കടം വരുന്നു, കണ്ണുനീര് വരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവരുടേതായ ചിന്താഗതികളെയും പ്രവർത്തനങ്ങളെയും മാറ്റി അവരുടെ ജീവിതത്തിലേക്ക് ഒരു മികച്ച ഫലം കൊണ്ടുവരാനായിട്ട് ഇവർ പരമാവധി പരിശ്രമിക്കുന്ന വ്യക്തികളും കൂടെയാണ്. നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാറില്ല. നേട്ടങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അതിനായിട്ട് പരിശ്രമിക്കേണ്ട വഴികളും വേറെ വേറെ ചിന്തിക്കേണ്ടതുണ്ട് എന്നൊരു ചിന്താഗതി എപ്പോഴും ഇവർക്കുണ്ടായിരിക്കും. ആരുടെയെങ്കിലുമൊക്കെ കണ്ണുനീർ ദുഃഖങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അവരെ ആശ്വസിപ്പിക്കാൻ എത്തുന്നത് ഇവർ തന്നെയായിരിക്കും. പക്ഷേ ഇവരോട് അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ആരും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ ഇവർക്ക് സാധാരണഗതിയിലുള്ള ഒരു കാര്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരുടേതായ ദുഃഖങ്ങളൊക്കെ കണ്ടാലും ഇവർ അവരെ സഹായിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ട്. അത് മുതലാക്കിയവരും ധാരാളം ഉണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഇവർ ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് ഉണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ മറന്നു പോയിരിക്കാം. പക്ഷേ ഏതെങ്കിലും ഒരിടത്ത് വെച്ച് കാണുന്ന വേളയിൽ ആ വ്യക്തികൾ അടുത്ത് വന്നിട്ട്, "നിങ്ങളെ എനിക്കറിയാം, നിങ്ങളന്ന് എനിക്ക് ആ ഒരു സഹായം ചെയ്തില്ലായിരുന്നെങ്കിൽ എൻ്റെ കാര്യം കഷ്ടത്തിലാകുമായിരുന്നു" എന്ന് പറയുന്ന സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവർ ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ എപ്പോഴും മറ്റുള്ളവർ ഓർമ്മയിൽ സൂക്ഷിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. അത് ഇന്നല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ഒരു ദിവസം നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവും തർക്കവും വേണ്ട എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യങ്ങൾ ഇവിടെയില്ല. നിങ്ങളുടെ നേട്ടങ്ങൾ, നിങ്ങൾ ചെയ്ത നന്മകൾ നിങ്ങളിലേക്ക് തിരിച്ചെത്തുക തന്നെ ചെയ്യും. പൂർവജന്മ പുണ്യമെന്നൊക്കെ പറയും. പക്ഷേ ഇവർക്ക് ഈ ജന്മ പുണ്യം തന്നെയാണ് ഓരോ കാര്യങ്ങളിലും നല്ലത് നടക്കുന്നതെന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഇവർ ഈ ഒരു ജന്മത്തിൽ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നോ അത് പിന്നീടൊരു സമയം ഇവരിലേക്ക് തേടി ആ നന്മകൾ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യം എപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഇവർക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുന്നത് നല്ലൊരു ഫലത്തെ പ്രദാനം ചെയ്യും. കാലചക്ര രാശിയുടെ 12ാമത്തെ രാശിയാണ്. അതായത് മോക്ഷത്തിൻ്റെതായ രാശി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പലതും മറയ്ക്കപ്പെടുന്ന രാശിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ ഉള്ള ചില നന്മകളൊക്കെ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അതിനെ എനേബിൾ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കാരണം പുതിയ പുതിയ പാതകൾ, പുതിയ പുതിയ വഴികൾ ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് മറഞ്ഞിരിപ്പുള്ളത്. പുറമേ ഉള്ള കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഒരിക്കലും ദുഃഖിക്കരുത്. നിങ്ങൾക്ക് നല്ല ഒരു വഴിയും മാർഗവും ആ 12ാം ഇടമായ ഇടത്ത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ഒരു വഴികാട്ടിയും ഒരു ദീപവും വെളിച്ചവുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ തന്നെ കൺമുന്നിൽ തെളിയുന്നത് നിങ്ങൾ സ്വയം തിരിച്ചറിയുന്ന സാഹചര്യങ്ങൾ ധാരാളം വന്നു ചേരും. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ രാശിക്കാരെ നമ്മൾ അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ലത് പറയുകയോ ഒന്നും ചെയ്തില്ലെങ്കിലും ഇവർക്ക് അതിനെക്കുറിച്ചൊന്നും വിഷമം ഒന്നും വരാറില്ല. അതിന് അവർ ഇടം കൊടുക്കാറുമില്ല. പക്ഷേ കുറ്റപ്പെടുത്തരുത്. ഒരിടത്തും അവർ ചെയ്തതിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുത്. കാരണം ഇറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് ആരും തന്നെ കുടുംബത്തിലുള്ളവരാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും ശരി, ആരും ഇവരെ കുറ്റപ്പെടുത്താതിരിക്കുന്നത് വളരെയധികം നല്ല ഒരു സാഹചര്യത്തെ ഇവർക്ക് സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് കഴിയും. ഇവർക്ക് ഒരു കഷ്ടകാലം വരുന്നു എന്നറിഞ്ഞുകൊണ്ടിട്ട് സുഹൃത്തുക്കളോ കുടുംബക്കാരോ ബന്ധക്കാരോ ആരും സഹായിച്ചില്ലെങ്കിലും ഇവർക്ക് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ സഹായത്തിൻ്റെ പേരിൽ ഇവരെ വഞ്ചിക്കാനായിട്ട് ശ്രമിക്കരുതെന്നാണ് ഇവരുടെ മനസ്സെപ്പോഴും പറയുന്നത്. പ്രേമ കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്കിടയിലാണെങ്കിലും ശരി, ഇവർക്ക് ഒന്നും തന്നെ ഒരു ടൈം പാസായിട്ട് ഇവർ കാണുന്ന സാഹചര്യങ്ങളൊന്നുമല്ല. കാരണം ഇവർക്ക് ഇവരെ പിണങ്ങി പോകുന്ന ബന്ധുക്കളാണെങ്കിലും ശരി, സഹോദരങ്ങളാണെങ്കിലും ശരി, ഇവരുടെ മനസ്സിനുള്ളിൽ ഒരു ദുഃഖം നിഴലിക്കും. അവർ എന്ത് ചെയ്യുന്നു, ഏത് രീതിയിലിരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്താഗതികൾ ഇവരിലേക്ക് എപ്പോഴും പ്രാപ്തമാകും. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളെന്ന് പറഞ്ഞാലും ഇവർക്ക് ഒരു ടൈം പാസൊന്നുമല്ല. ചില കരുത്ത് വേർപാടുകളൊക്കെ ഉണ്ട്. അതായത് പരസ്പരം ഉള്ള ആ ഒരു വാഗ്വാദങ്ങളോ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ മറ്റുള്ള ഇടങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഉണ്ടായിരിക്കും. ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ന്യായവും ആയിരിക്കും. ആ ഒരു സമയത്ത് ഒരു പിരിവൊക്കെ വന്നു പോയാലും പിന്നീട് അവർ അതിനെക്കുറിച്ചോർത്ത് ദുഃഖിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരിക്കും.
സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണെങ്കിൽ ശരി, അവർ ആ ഒരു സമയത്തേക്ക് ഒരു പിണക്കമൊക്കെ വന്നാലും പിന്നീട് തനിക്ക് ആരുമില്ലല്ലോ എന്ന ചിന്താഗതി ഇവരുടെ ഉള്ളിലേക്ക് എപ്പോഴും ഒരു വേദന നൽകിക്കൊണ്ടിരിക്കും. ഇവർക്ക് എപ്പോഴും വിട്ടുവീഴ്ച മനോഭാവങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച മനോഭാവത്തിന് തയ്യാറാകുന്നെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും കൃത്യമായ രീതിയിൽ ആ ഒരു കാര്യത്തെ അംഗീകരിച്ച് പോകാനുള്ള ഒരു മനസ്സ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം. പ്രേമ ബന്ധങ്ങളിലാണെങ്കിലും ശരി, ബന്ധങ്ങൾക്കിടയിൽ നിന്ന് പുകഞ്ഞു വരുന്ന ചില വ്യക്തികളൊക്കെ ആയിരിക്കും. നമുക്ക് ബന്ധങ്ങളെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ പ്രേമ ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡൊക്കെ അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഭാര്യ-ഭർത്താവ് ബന്ധത്തിനിടയിലും ഇത്തരത്തിൽ ബന്ധങ്ങൾക്കിടയിൽ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരൊരു വിട്ടുവീഴ്ച മനോഭാവത്തോടുകൂടിയായിരിക്കും കാണുക. പോയാൽ പോട്ടെ, കിട്ടിയാൽ കിട്ടട്ടെ എന്നുള്ളത്. പക്ഷേ അവർക്കെപ്പോഴും ഉള്ളിലെ ദുഃഖം ഉള്ളതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളെയൊക്കെ വിട്ടെറിയാൻ മനസ്സില്ലാത്തതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒതുങ്ങി നിൽക്കാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർക്ക് അനുസരണമായ രീതിയിൽ ഇടപെട്ട് പോയാൽ അതൊക്കെ പൂർണ്ണമായ സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് സത്യം. ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഇവരോട് കലഹിക്കുന്ന ഒരു സ്വഭാവം കുടുംബത്തിലോ, സുഹൃത്തുക്കൾക്കോ, ബന്ധുക്കൾക്കോ ഒണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇവർക്ക് വഴക്കുകൾ, പ്രശ്നങ്ങൾ ഇതിനൊന്നും വലിയ താല്പര്യമില്ലാത്ത വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായ കണക്കും കാൽക്കുലേഷനൊക്കെ വച്ചിട്ട് നിങ്ങൾ വഴക്കിന് പോകുന്നത് നന്നായിരിക്കും. കാരണം ഇവരോട് എപ്പോഴും വഴക്കിന് പോയാലും ശരി, ഇവർ എതിർത്ത് നിന്ന് അതിനെ മൗനം പാലിച്ച് അതിനെ എതിർക്കുക എന്നാണ് ഇവരുടേതായ ലക്ഷ്യം. അങ്ങനെ മൗനം പാലിച്ച് എതിർക്കുന്ന വേളയിൽ നമ്മൾ വളരെയധികം ജാഗ്രത പുലർത്തണം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇടതുവശത്ത് നന്മയുണ്ടെങ്കിൽ വലതുവശത്ത് ശത്രുവുണ്ടെന്ന്. ആ ശത്രുഭാവത്തിലേക്കായിരിക്കും ഇവർ അതിനെ കൺവേർട്ട് ചെയ്ത് വെക്കുക. അത് പിന്നീട് എപ്പോഴാണെങ്കിലും ശരി നമുക്കത് തിരിച്ചു കിട്ടും. കുടുംബ ബന്ധങ്ങൾക്കിടയിലും തൊഴിലിടങ്ങളിലും സുഹൃത്തുക്കൾക്കിടയിലും ഇവരെ ഒരിക്കലും അവഗണിച്ചുകൊണ്ട് ഒരു കാര്യങ്ങൾ ചെയ്യരുത്. അതായത് ആ പൊസിഷനിൽ അവർ വേണമെന്നുള്ള സാഹചര്യമാണ് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം അത് ചെയ്യാനായിട്ട്. നിങ്ങളത് അങ്ങനെ ചെയ്തിരുന്നാൽ പോലും പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് അവരുടേതായ കാതുകളിൽ നിങ്ങളെ ഒഴിവാക്കി എന്നൊരു ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് ശത്രുതയ്ക്കും വഴിവെക്കും. അതുകൊണ്ട് എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി പറയണം. അതാണ് അവർക്ക് താല്പര്യവും. മറഞ്ഞ് ഒളിഞ്ഞ് പറഞ്ഞിരുന്നത് ഇവർക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ്. മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാനൊക്കെ ഇഷ്ടമില്ലാത്ത വ്യക്തികളാണ്. പക്ഷേ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കും അവർ. അതുകൊണ്ട് അവർക്ക് ഉപയോഗമില്ലെങ്കിലും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കും. പക്ഷേ പ്രാബല്യത്തിലേക്ക് അവർ കൊണ്ടുവരില്ല. പക്ഷേ ഇവരുടെ ഉപദേശങ്ങൾ മറ്റുള്ളവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ തോതിലുള്ള ദുഃഖത്തിന് കാരണമാവുകയും ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്കിടയിൽ വലിയ വിള്ളലുകൾക്ക് സാധ്യതകളുമുണ്ട്. അതായത് പരസ്പരം കലഹങ്ങൾ, അനാവശ്യമായ സമയത്ത് കലഹങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവണത ഇവർക്കുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിൽ നോക്കുന്ന വേളയിൽ ഒത്തിരിയധികം നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. ഇവർക്ക് 10 പേരൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ ഇവർ മിണ്ടാതെ സൈലന്റായിട്ടിരുന്ന് പല കാര്യങ്ങളും കേട്ടുകൊണ്ടിരുന്നിട്ട് ഇവർ പറയുന്ന ഒരു കാര്യത്തിന് അവിടെ അംഗീകാരം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അതിൽ അത്രത്തോളം ആർജവത്തോടുകൂടി ചിന്താശേഷി നൽകി അതിനെ പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന രീതിയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു അപ്രിസിയേഷൻ എപ്പോഴും ലഭിക്കുന്ന സാധനം. അഭിനന്ദിച്ചില്ലെങ്കിലും ഇവരെ ആ ഒരു വേളകളിൽ നിന്ദിക്കരുത്. അതാണ് ഇവർക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒരു കാര്യം. ഈ രാശിക്കാരെ പലരെയും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഓഫീസിലൊരു മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ, ഇപ്പോ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഇയാളോട് ഒരു കാര്യം ചോദിക്കുന്ന അതിൻ്റേതായ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പറയുന്ന കാര്യം മുന്നിലിരിക്കുന്നവർ പറയട്ടെ. അവർ പറഞ്ഞതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ 10 പേരിൽ 9 പേരും പറയുന്ന അഭിപ്രായങ്ങളെയൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടായിരിക്കും ഇവരുടേതായ ഒരു മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ കൃത്യമായിട്ടും വർക്കൗട്ട് ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അതായത് 10 പേരുടെ അഭിപ്രായത്തെയും കണക്ട് ചെയ്തിട്ട് ഫൈനലി ആയിരിക്കും ഇവർ ഒരു മറുപടിയായിട്ട് 10ാമനായിട്ടായിരിക്കും പറയുക. അപ്പോൾ അത് ഇവർക്ക് എപ്പോഴും ഗുണകരമായ മാറ്റങ്ങൾക്ക് ഒക്കെ വഴിതെളിക്കുന്നുണ്ടെന്നുള്ളതും സത്യമാണ്. ബുധൻ, ശനി എന്നീ ഗ്രഹങ്ങളുടേതായ ആധിപത്യം കൊണ്ട നക്ഷത്രങ്ങളൊക്കെ ഈ മീനൻ രാശിക്കുള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ തൊഴിൽപരമായ ഇടങ്ങളിൽ ഇവർക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന രീതി ഇവർക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. ഒരിടത്തും തോറ്റു നിൽക്കുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. എന്ത് വിധത്തിലുള്ള തൊഴിലുകൾക്കും ഇവർ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഈ ബുധൻ്റേതായ ആധിപത്യം നിങ്ങൾക്ക് വളരെയധികം ഗുണകരം ആയിട്ടുള്ള സാഹചര്യങ്ങളും വരുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും അവിടെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ തനിക്ക് നേടാൻ കഴിയുന്നതിന് തക്കവണ്ണം നേടാനുള്ള സാഹചര്യത്തെ നിങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. സുഹൃത്ത് ബന്ധങ്ങളൊക്കെ വിട്ടുപോകുന്നതിനുള്ള കാരണം മറ്റൊന്നാണ്. എന്താന്ന് വെച്ചാല് ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അംഗീകാരം കിട്ടുന്നില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ ഇവർ സുഹൃത്തുക്കളെയൊക്കെ പരമാവധി ഒഴിവാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വന്ദിക്കുകയും നിന്ദിക്കുകയും വേണ്ട. അവരുടേതായ ഒരു പ്രസൻസ് അവിടെ വേണം എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ മതി. അതായത്
അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം നമുക്ക് കേൾക്കാം എന്ന രീതിയിൽ. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളൊന്നും അത് നമുക്ക് അംഗീകാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുറ്റപ്പെടുത്താതിരിക്കുന്നത് അവർക്ക് വളരെയധികം സന്തോഷത്തെ പ്രദാനം ചെയ്യുമെന്നാണ്. അംഗീകരിക്കേണ്ട. എന്നാൽ അവിടെ നമുക്ക് നമ്മളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യരുത്. തൊഴിൽപരമായ രീതിയിൽ നോക്കുന്നു 10ാം ഭാവാധിപതിയായിട്ട് വരുന്നത് ശനീശ്വരനാണ്. അതുകൊണ്ട് തന്നെ ഡിഫറന്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു മനസ്സ് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും എല്ലായിടങ്ങളിലും ഒരു വിജയം പ്രാപ്തമാക്കാനുള്ള ഒരു മനസ്സ് പ്രാപ്തമായിക്കൊണ്ട് വരും. പക്ഷേ ഇവരെ ഡിപ്രസ്ഡ് ആക്കി മാറ്റരുത്. കുടുംബത്തിലുള്ളവരൊക്കെ തന്നെ ഇവർക്ക് ഡിപ്രഷൻ കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒന്നിനും കഴിവില്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കുന്ന സാഹചര്യമുണ്ട്. നിന്റെയൊക്കെ മുൻ ദേഷ്യമാണ് അല്ലെങ്കിൽ നിന്റെ എടുത്തുചാട്ടമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ഒഴിവാക്കി അല്ലെങ്കിൽ കുറ്റപ്പെടുന്ന സാഹചര്യമുണ്ട്. ഒരിക്കലും അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഇവരെ കൊണ്ടുവരാതിരിക്കുന്നത് കുടുംബ അന്തരീക്ഷത്തിന് വളരെയധികം ഗുണകരമായ ഒരു നല്ല ജീവിതത്തിന് കാരണമാകുമെന്ന് കൂടി എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ കുടുംബത്തിനുള്ളിലോ സുഹൃത്തുക്കൾക്കിടയിലോ എന്തെങ്കിലുമൊക്കെയുള്ള ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന വേളയിൽ ഇവർ അഭിപ്രായങ്ങളൊന്നും പറയില്ല. കാരണം താല്പര്യമില്ല. അഭിപ്രായം പറഞ്ഞെന്തിനാണ് ഞാനൊരു മോശക്കാരനാകുന്നത് ചിന്ത. പക്ഷേ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയായ ഒരു മറുപടി നമുക്ക് ലഭിക്കുകയും ചെയ്യും. ആ ഒരു ആൻസർ കറക്റ്റ് ആയിരിക്കുന്ന ഒരു സാഹചര്യം എപ്പോഴും ഉണ്ടായിരിക്കും.